സംസാരിക്കാൻ താല്പര്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തുടരുകയാണ്. അന്വേഷണം ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനു പിന്നിൽ പ്രവർത്തിച്ച ഗൂഢസംഘത്തെ പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷം പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നത് ഇന്നാണ്. പോറ്റിയുടെ അടുത്ത സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യൻ ഇന്ന് SITക്ക് മുന്നിലെത്തി. മാതൃഭൂമി ന്യൂസാണ് ഈ നിർണായക ചോദ്യം ചെയ്യൽ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. സ്വർണ്ണപ്പാളി പോയ വഴിയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ പോറ്റി കഴിഞ്ഞാൽ അറിയാവുന്ന ആളാണ് അനന്തസുബ്രഹ്മണ്യൻ. പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയാവുന്ന ആൾ. 2019 ശബരിമല സന്നിധാനത്തെത്തി ദ്വാരപാലക ശില്പങ്ങളിലെ തങ്കം പൊതിഞ്ഞ കവചങ്ങൾ ഏറ്റുവാങ്ങിയത് അനന്തസുബ്രഹ്മണ്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്നായിരുന്നു രേഖകളെങ്കിലും പകരക്കാരനായി എത്തിയത് സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം. വിലമതിക്കാനാവാത്ത സ്വത്ത് ഒരു സങ്കോചവും കൂടാതെ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ അനന്തസുബ്രഹ്മണ്യത്തിന്റെ കയ്യിൽ കൊടുത്തുവിടുകയും ചെയ്തു. പോറ്റിയുടെ വിശ്വസ്തനെ അവിശ്വസിക്കേണ്ടതില്ലല്ലോ. കൂട്ടാളിയുടെ കൂട്ടാളിയല്ലേ. അയാൾ പാളികളുമായി അന്ന് നേരെ പോയത് ബംഗളൂരുവിലേക്കാണ്. അവിടെ സ്വന്തം വീട്ടിലാണ് അനന്തസുബ്രഹ്മണ്യം ശബരിമല ക്ഷേത്രത്തിലെ പരിപാവനമായ ഉരുപ്പടികൾ സൂക്ഷിച്ചത്. പിന്നാലെ പോറ്റിയുടെ നിർദ്ദേശം വന്നു, പാളികളുമായി നേരെ ഹൈദരാബാദിലേക്ക് പോവുക, അവിടെ നാഗേഷിന് കൈമാറുക. അനന്തസുബ്രഹ്മണ്യം പാളികൾ ഹൈദരാബാദിലെത്തിച്ച് നാഗേഷിന് കൈമാറി. പിന്നീട് 39 ദിവസം നാഗേഷിന്റെ കസ്റ്റഡിയിലായിരുന്നു സ്വർണ്ണപ്പാളികൾ. ആ പാളികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയാവുന്ന 2 പേരിൽ ഒരാളാണ് അനന്തസുബ്രഹ്മണ്യം, മറ്റൊന്ന് നാഗേഷാണ്. അനന്തസുബ്രഹ്മണ്യത്തിന് അറിയാം നാഗേഷ് ആരെന്ന്. നാഗേഷ് SITക്ക് മുന്നിലെത്തിയാൽ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചുവെന്നും അറിയാം. ഉരുക്കി സ്വർണം വേർപെടുത്തിയോ അതോ പകർപ്പെടുത്ത് യഥാർത്ഥ പാളി മറിച്ചു വിറ്റോ എന്നതൊക്കെ. ഏതായാലും അനന്തസുബ്രഹ്മണ്യത്തിൽ നിന്നുള്ള മറുപടികൾ നിർണായകമാണ്. കുറ്റകൃത്യത്തിൽ കൂട്ടുപങ്കാളിത്തമുണ്ടെങ്കിൽ അയാളും പോറ്റിക്കൊപ്പം അകത്താകും, അല്ലെങ്കിൽ എല്ലാം അറിയാവുന്ന ഒരു മാപ്പുസാക്ഷിയായി മാറും. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അനന്തസുബ്രഹ്മണ്യം പോറ്റിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. പോറ്റിയുടെ ബംഗളൂരുവിലെ ഏർപ്പാടുകാരൻ. പോറ്റിക്കറിയാവുന്നതിൽ പലതും അയാൾക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഒന്നുറപ്പിക്കാം, അടുത്ത അറസ്റ്റ് അനന്തസുബ്രഹ്മണ്യം തന്നെ. അപ്പോഴാണൊരു സംശയം, എല്ലാം പോറ്റിയിലും വിശ്വസ്തരിലും അങ്ങ് അവസാനിക്കുകയാണോ? പാളികൾ ഉരുക്കി പോറ്റിയും സംഘവും സ്വർണം അടിച്ചെടുത്തു എന്ന കഥയിൽ തീരുമോ എല്ലാം? വൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് സംശയിക്കുന്ന ഉന്നതർക്ക് ഇപ്പോഴും സംരക്ഷണ കവചമുണ്ടോ? ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയെന്ന ആദ്യ കേസിലെ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ കേസിലെ 2 മുതൽ 10 വരെ പ്രതികൾ ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. അതിൽ 2-ാം പ്രതി മുരാരി ബാബുവാണ്. ൽ ദ്വാരപാലക ശില്പങ്ങളിലെ തനിത്തങ്കം പൊതിഞ്ഞ കവചങ്ങൾ ചെമ്പാക്കി മാറ്റിയ മാന്ത്രിക വിദ്യ പുറത്തെടുത്ത അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ പാളികൾ തടസ്സമില്ലാതെ കൈക്കലാക്കാൻ വഴിയൊരുക്കി കൊടുത്ത ഉദ്യോഗസ്ഥൻ. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കരുതുന്നയാൾ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലടക്കം ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്ന് ആരോപണമുള്ളയാൾ. രാഷ്ട്രീയ സാമുദായിക സ്വാധീനമുള്ള വ്യക്തി. സാധാരണ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നതും ജാമ്യത്തെ പോലീസ് എതിർക്കുന്നതും 2 കാര്യങ്ങൾ പറഞ്ഞാണ്. ഒന്ന് തെളിവ് നശിപ്പിക്കുക, മറ്റൊന്ന് സാക്ഷിയെ സ്വാധീനിക്കുക. 2നും കെൽപ്പുള്ള മുരാരി ബാബു അടക്കമുള്ള ബാക്കി പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ചോദ്യം. ആ ചോദ്യം നീളുന്നത് മുരാരി ബാബുവിൽ നിന്ന് മുകളിലേക്കാണ്. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ ബോർഡിലേക്കെത്തും. ബോർഡിലേക്കെത്തിയാൽ കാര്യങ്ങൾ അതിലും മേലേക്കെത്തുമോ? അങ്ങനെ വരുമ്പോൾ തൽക്കാലം മുരാരി ബാബുവും ദേവസ്വക്കാരും പ്രതിപ്പട്ടികയിൽ മാത്രമായി നിൽക്കട്ടെ എന്നാണോ?
ചോദ്യങ്ങളൊക്കെ പിന്നെയാകാം. ആദ്യം കയ്യിൽ കിട്ടിയ നമ്പൂതിരിയുടെ മാത്രം സഞ്ചരിക്കാം. അങ്ങനെ ഒരു തീരുമാനമുണ്ടോ SITക്ക്? വഴിയില്ല. കാരണം SIT ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. എങ്കിലും പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത് അന്വേഷണ സംഘത്തിലേക്ക് ചില സ്വാധീനങ്ങൾ എത്തുന്നു എന്നാണ്. അത്തരം സംശയങ്ങൾക്ക് ഇട നൽകുന്നത് പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ ഇങ്ങനെ യഥേഷ്ടം സ്വൈര്യവിഹാരം നടത്തുന്നത് കൊണ്ടാണ്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത് മന്ത്രിസഭ വരെയുള്ള ബന്ധങ്ങളെയാണ്. ആരോപണം രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെയില്ല എന്ന് അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആരോപണ വിധേയരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും അനുവാദത്തോടുകൂടി ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വേറെ രണ്ടുപേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്, 4ാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ്. അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ സർട്ടിഫിക്കറ്റാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന്. ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ ഇത് നടന്നുവെന്ന്. അതെല്ലാം ഇവർ മൂടിവെച്ചു, വലിയ കളവ് നടത്തി. 2025 ഇത് വീണ്ടും എടുത്ത് പൂശാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത്? SITയുടെ അന്വേഷണത്തിലും പ്രതിപക്ഷ കക്ഷികൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാഥ ക്യാപ്റ്റൻ തന്നെ വഴിയിൽ വെച്ചിട്ട് മുങ്ങുമോ? കാരണം അത് അവരുടെ പുനഃസംഘടനയാണ് അവർക്ക് പ്രശ്നം എന്നുള്ളതല്ലേ. അപ്പൊ അയ്യപ്പന്റെ കാര്യത്തിലല്ലല്ലോ. ജാഥ നടത്തിയത് അയ്യപ്പന്റെ കാര്യത്തില്. പക്ഷേ എന്റെ ഗ്രൂപ്പുകാരെ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മുങ്ങുന്ന ജാഥ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ അവസാനം 10 മണിക്ക് മൈക്ക് ഓഫ് ആക്കേണ്ട സമയമായപ്പോഴല്ല അയാൾ വന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആത്മാർത്ഥത ഇവിടെ എല്ലാവർക്കും അറിയാം. അത് വേറെ വിഷയം. SIT അന്വേഷണം എന്ന് പറഞ്ഞാല് നേരത്തെ വിജിലൻസ് അന്വേഷിച്ച അതേ കാര്യം തന്നെയാണ് വരുന്നത്. ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ്. ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത്, എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാൽ ഇത്രയും വൈകിച്ചത്. പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിന്റെ കാരണം ഈ മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വിശ്വാസ സംരക്ഷണ യാത്രകൾ സംഘടിപ്പിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനാണ് UDF ശ്രമിക്കുന്നത്. കോടതി മേൽനോട്ടമുണ്ടെങ്കിലും സർക്കാരിന്റെ സ്വാധീനം ഉദ്യോഗസ്ഥരിൽ ചെലുത്താനുള്ള സാധ്യതകളാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. 3 ദേവസ്വം മന്ത്രിമാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. മാത്രമല്ല 4 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ശബരിമലയിലെ രുദ്രാക്ഷം യോഗദണ്ഡ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകൻ നന്നാക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് അവിടെ നടക്കേണ്ടത്? ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അഡീഷണൽ DGP മുതൽ SI വരെയുള്ളവരൊക്കെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ റിപ്പോർട്ട് അവർ ഹൈക്കോടതിക്ക് നേരിട്ട് കൊടുത്താൽ പോലും മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പീഡനങ്ങളാണ്. മറ്റെന്തെങ്കിലും കേസിൽ അവരെ പിന്നീട് മുഖ്യമന്ത്രി ഉപദ്രവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു റിസ്ക് എടുക്കുമോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ഉന്നതരെ രക്ഷിച്ചെടുത്ത് എല്ലാം പോറ്റിയിൽ ഒതുക്കുക എന്ന നീക്കമാണ് നടക്കുന്നതെന്നാണ് UDFന്റെയും BJPയുടെയും ആരോപണം.
ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിലൂടെ ശ്രമിക്കുന്നതും താൻ ഇരയാക്കപ്പെട്ടു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ്. എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുമ്പിൽ ശബരിമല യുവതീ പ്രവേശനമടക്കം ഉന്നയിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നത് 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ത്രീ പ്രവേശന സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഒക്ടോബർ മാസം 9-ാം തീയതി രഹ്ന ഫാത്തിമ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഏതാണ്ട് സന്നിധാനം വരെ എത്തിച്ചേർന്നു. ജനുവരി മാസം 2-ാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായത്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോണാണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. ബറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മല ചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെ സന്നിധാനത്ത് മല ചവിട്ടിച്ചു എന്നുള്ള കാര്യം ആ ദിവസം തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ്. CPM തന്നെയാണ് അത് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണ് കേരളം അത് കേട്ടത്. അവിശ്വാസികളായിട്ടുള്ള യുവതികളെ, ആക്ടിവിസ്റ്റുകളായിട്ടുള്ള യുവതികളെ സർക്കാർ സ്പോൺസർ ചെയ്തിട്ട് തന്നെയാണ് അവിടെ കൊണ്ടുപോയത്. ബീഫും പൊറോട്ടയും കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ, അത് ഞാൻ പ്രേമേന്ദ്രനോട് തന്നെ ചോദിക്കണം. പക്ഷേ സർക്കാർ തന്നെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അനുസരിച്ച് 2019 മുൻപ് തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ഗൂഢനീക്കം ആരംഭിച്ചു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പോറ്റി ശബരിമലയിൽ 2004 മുതൽ ഉണ്ടായിരുന്നുവെന്ന് SIT തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 1998 ശബരിമല ശ്രീകോവിലിൽ തനി തങ്കം പൊതിഞ്ഞിരുന്നുവെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നു എന്ന കാര്യവും SITക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ പോറ്റിയും ദേവസ്വത്തിലെ ഇപ്പോൾ പ്രതിപട്ടികയിലുമുള്ള ആളുകളും ഈ ഗൂഢപ്രവർത്തനത്തിലുണ്ട് എന്ന് വ്യക്തം. അപ്പോൾ ഈ ഗൂഢനീക്കത്തിന് ആദ്യം ആര് മുന്നിട്ടിറങ്ങി എന്നതാണ് ചോദ്യം. സ്പോൺസർമാരെ കണ്ടെത്താൻ കെൽപ്പുള്ള പോറ്റിയെ ഉദ്യോഗസ്ഥർ തൊട്ടുള്ള ഉന്നതർ കരുവാക്കിയോ? ശബരിമല ലക്ഷ്യമിടുന്ന മറ്റേതെങ്കിലും സംഘങ്ങൾ പോറ്റിയെ ചൂണ്ടയാക്കി ഉദ്യോഗസ്ഥരെ കുരുക്കിയതാണോ? ഏതായാലും കാര്യങ്ങളറിയാവുന്ന വലിയൊരു സംഘം കളത്തിന് പുറത്തുണ്ടെന്ന കാര്യം വ്യക്തമാണ്. CK വാസുദേവൻ, നാഗേഷ്, കൽപേഷ്, ഗോവർദ്ധൻ, വിനീത് ജെയിൻ ഇവരെല്ലാം സ്വർണ്ണപ്പാളി ഇടപാടിന്റെ പല ഭാഗങ്ങളിൽ തൊട്ടുനിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാം കാര്യങ്ങളറിയാം. തുടക്കം മുതൽ സംശയനിഴലിൽ നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഇതുവരെ പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടില്ല. അവരുടെ തുടക്കം മുതലുള്ള വിശദീകരണങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട് താനും. അന്വേഷണം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. SIT ഉടൻ തന്നെ ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണം തുടരട്ടെ. അയ്യപ്പ ഭക്തർക്ക് അറിയേണ്ടത് ഇത്ര മാത്രമാണ്: 2019 എടുത്തുകൊണ്ടുപോയ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു? അത് ഉരുക്കി സ്വർണ്ണമാക്കിയെങ്കിൽ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഇല്ലെങ്കിൽ യഥാർത്ഥ പാളികൾ എവിടെ? ആ ഉത്തരം കിട്ടുമ്പോൾ പോറ്റി മാത്രമായിരിക്കില്ല തടവറയിലെന്നും പ്രതീക്ഷിക്കാം. എന്നെ കുടുക്കിയവർ